എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് നാം നോക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ മനസ്സിലോർത്ത് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് ഇപ്പോൾ കൃത്യമായി പറയാം. എന്തൊക്കെയാണ് ആ മനസ്സിലുള്ളതെന്നും എന്തൊക്കെ വിഷമങ്ങളുണ്ട്, എന്തെല്ലാം സന്തോഷങ്ങളുണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ഇല തിരഞ്ഞെടുത്ത വ്യക്തിയുടെ ഫീലിങ്സിലേക്ക് നമുക്ക് പോകാം. ഒന്നും നോക്കണ്ട, ആ വ്യക്തിക്ക് ഇല തിരഞ്ഞെടുത്ത ആളുകളുടെ വ്യക്തി കൃത്യമായി നിങ്ങളെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെ വലിയ വിശ്വാസമാണ് ആ വ്യക്തിക്ക്. നിങ്ങളോട് ആ വ്യക്തിക്കുള്ള ട്രസ്റ്റ് അല്ലെങ്കിൽ വിശ്വാസം തകർക്കാൻ കഴിയാത്തതാണ്. എന്തൊക്കെ ദുഃഖങ്ങൾ, എന്തൊക്കെ ഫീലിങ്സും, എന്തെല്ലാം വെല്ലുവിളികളും ജീവിതത്തിലൂടെ കടന്നുപോയാലും ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ വലിയ വിശ്വാസമുള്ള ഒരാളായി മാറുകയാണ്. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ പ്രവൃത്തിയായിരിക്കും അത് ആ വ്യക്തിയുടെ ധാരണാശേഷിയേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ ആ വ്യക്തിയോട് കാണിച്ച നന്മ, നിങ്ങൾ ആ വ്യക്തിയോട് കാണിച്ച സ്നേഹം, അതിൻ്റെ പ്രതിഫലനമാകാം. നിങ്ങൾക്കറിയാമല്ലോ കാര്യങ്ങൾ കൃത്യമായിട്ട്. ജീവിതത്തിൽ നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാകുന്നൊരു വ്യക്തിയാണ് തീർച്ചയായിട്ടും. കാരണം ഒരു വ്യക്തിയുടെ വിശ്വാസം, അതായത് താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുടെ വിശ്വാസം ആർജിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അടിത്തറയുള്ളൊരു വ്യക്തിയാണെന്നാണ് പറയേണ്ടത്. നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് വായിച്ചുകൊണ്ട് നിങ്ങളുടെ വിജയത്തെക്കുറിച്ച് പറയാൻ കഴിയും. കാരണം ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കുള്ള വിശ്വാസം, ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ കാണിക്കുന്ന വിശ്വാസം നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാവും. നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തെ കൊണ്ടുപോകാൻ സാധിക്കും. നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങളുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ടാണ് നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവർക്ക് നിങ്ങളെ വലിയ വിശ്വാസമാണ്. ആ വ്യക്തിയുടെ മനസ്സ് വായിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചുള്ള വിശ്വാസമാണ് ഇവിടെ തീക്ഷ്ണമായി കാണുന്നത്. നിങ്ങളെ വല്ലാത്ത രീതിയിൽ വിശ്വസിക്കുന്നു. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നിങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ ഇവിടെ കാണുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫയൽ തന്നെയാണത്. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല. മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തിയുടെ ഇഷ്ടശക്തിയെ, അതേതുമായിക്കൊള്ളട്ടെ, ആ വ്യക്തിയുടെ ഇഷ്ടശക്തിയെ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി പ്രാർത്ഥിക്കുന്നു. തീക്ഷ്ണമായ ഒരു പ്രാർത്ഥനയാണത്. നിങ്ങൾക്ക് നന്മയുണ്ടാകണമേ, നിങ്ങളെല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കണമേ എന്നുള്ള ഒരു അഗമമായ പ്രാർത്ഥന ആ വ്യക്തി നടത്തുന്നു. അതായത് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് കേവലം നിങ്ങളുടെ വിശ്വാസം മാത്രമല്ല, നിങ്ങൾ നൽകുന്ന സ്നേഹവും നിങ്ങൾ നൽകുന്ന പരിലാളനവും നിങ്ങൾ നൽകുന്ന കെയറും ആ വ്യക്തി ഉൾക്കൊണ്ടിരിക്കുന്നു. ആ പരിലാളനവും കെയറും ഉൾക്കൊണ്ടതിൽ നിന്നും ആ വ്യക്തി പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തിക്ക് വേണ്ടിയുള്ളൊരു സ്വാർത്ഥമായ പ്രാർത്ഥനയല്ല. വളരെ പോസിറ്റീവായിട്ട് ആ വ്യക്തി പ്രാർത്ഥിക്കുന്നു. ആ വ്യക്തി കൃത്യമായി പോസിറ്റീവായിട്ടുള്ളൊരു ജീവിത തരംഗം ഉണ്ടാകുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിൽ. കാരണം നിങ്ങൾ ആ വ്യക്തിക്ക് നൽകുന്ന സ്നേഹം, നിങ്ങൾ ആ വ്യക്തിക്ക് നൽകുന്ന പരിലാളന, ഇതെല്ലാം ആ വ്യക്തിയുടെ മനസ്സിൽ സ്നേഹമായി ഭവിക്കുന്നു. ആ വ്യക്തി നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള സ്നേഹങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുണ്ടാകുന്നു. നിങ്ങളെ വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒരാൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത് ആ വ്യക്തിയും ഈശ്വരനും മാത്രം ഉള്ളപ്പോൾ, അല്ലെങ്കിൽ മനസ്സിൽ അത് മാത്രം ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതിൽ നിങ്ങളെ ആ വ്യക്തി ഉൾക്കൊള്ളിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കരുതുക ആ വ്യക്തിയുടെ ഉള്ളിൽ അഗമമായ സ്നേഹമാണ്. ആ വ്യക്തി നിങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ആ വ്യക്തിക്ക് എല്ലാം തികയുന്നത്. ആ വ്യക്തിയുടെ മനസ്സിൽ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. വലിയ മാടാകോടികളോ വലിയ ജീവിതത്തിൽ ഉയർച്ചകളോ ഒന്നും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല. വളരെ പോസിറ്റീവായിട്ട് ആ വ്യക്തി കടന്നു പോകുന്നു. നിങ്ങൾ ഉള്ളപ്പോൾ അത് ഒരു പോസിറ്റീവായിട്ട് ആ വ്യക്തി കാണുന്നു. പോസിറ്റീവായിട്ട് ജീവിതത്തെ കാണുന്നു. വളരെ തീക്ഷ്ണതയോടെ ജീവിതത്തെ ഉൾക്കൊള്ളുന്നു. വളരെ പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും കാണുന്നു. ആ വ്യക്തിയും നിങ്ങളും ഒരു മാജിക്കൽ ഗേറ്റ് വേയിലെത്തുന്നു. വളരെ അർത്ഥസമ്പൂഷ്ണമായ ഒരു ജീവിതത്തിലേക്ക് എത്തുന്നു. അതായത് നിങ്ങളുടെ ബന്ധത്തിൽ ഏറ്റവും ദൃഢമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. ആ ദൃഢമായ കാര്യങ്ങൾ കൊണ്ട് നിങ്ങളും ആ വ്യക്തിയും വളരെ നന്നായിട്ട് അടുത്തു പോകുന്നു. നിങ്ങൾ കൃത്യമായി അടുക്കുന്നു, വളരെ പോസിറ്റീവായിട്ട് അടുക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തടണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരുമിക്കാനും അടുക്കാനും ഒക്കെ സാധിക്കുന്നു. ജീവിതത്തിൽ വല്ലാത്തൊരു നേട്ടമായിട്ടത് മാറുന്നു. നിങ്ങൾക്ക്
എന്നെന്നും അനുഭവിക്കാൻ കഴിയുന്ന ഒരു നേട്ടം അതിലൂടെ ഉണ്ടാകുന്നു. വളരെ പോസിറ്റീവായിട്ട് മാറുന്നു. നിങ്ങൾക്കും ആ വ്യക്തിക്കും സഹായമായിട്ട് കുറേ കാര്യങ്ങൾ ഈശ്വരൻ നൽകുന്നു. കാരണം നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ആ അഗമമായ ഭാവമുള്ളത് കൊണ്ട് നിങ്ങൾ മനസ്സറിഞ്ഞ് സ്നേഹിക്കുകയാണ്. നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സിനെ കുറിച്ച് ഇപ്പോൾ പറയുകയാണെങ്കിൽ ബേസിക്കലി നിങ്ങളുടെ വ്യക്തി അടിസ്ഥാനപരമായിട്ട് നിങ്ങളുടെ വ്യക്തി ശാന്ത സ്വഭാവത്തോടു കൂടിയൊരു വ്യക്തിയാണ്. ജീവിതത്തിൽ വലിയ നേട്ടങ്ങളെക്കാൾ ഉപരി സ്നേഹവും നന്മയും കാരുണ്യവും ഒക്കെ നിറഞ്ഞ ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ഉള്ളിൽ അങ്ങനെയാണ്. ഈ ചില സമയത്ത് നിങ്ങൾക്കെതിരെ ചില ആളുകൾ ആ വ്യക്തിയെ പിന്തിരിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ആ വ്യക്തിക്കിടയിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതൊഴിച്ചാൽ ആ വ്യക്തി വളരെ പോസിറ്റീവായിട്ടാണ് നിങ്ങളെ സ്നേഹിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആ വ്യക്തിയോട് സ്നേഹമുള്ളതുപോലെ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും നിങ്ങളോട് വല്ലാത്ത ഒരു സ്നേഹം ഉണ്ടാകുന്നു. ആ സ്നേഹം ആ വ്യക്തിയെ പലപ്പോഴും പല ചിന്തകളിൽ നിന്ന് നിങ്ങളിലേക്ക് മാത്രമായി ചിന്തകളെ കൊണ്ടുപോകുന്നു. അത് നിങ്ങളുടെ ഒരു വിജയമാണ്. ഒരാളെ സ്നേഹിക്കുന്നതിൽ ഏറ്റവും വലിയ ഭാവമാണ്. മാത്രമല്ല, നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപദ്രവമോ നിങ്ങളുടെ നിന്ന് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആ വ്യക്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉപദ്രവമോ വിഷമമോ ഉണ്ടായാൽ പോലും ആ വ്യക്തി അത് കൃത്യമായി സഹിക്കുന്നു. ആ വ്യക്തിക്ക് പോസിറ്റീവായിട്ട് ആ വ്യക്തി കാണുന്നു. ആ വ്യക്തി വിചാരിക്കുന്നത് അത് തന്നെയാണ്. എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ദുഃഖങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഞാൻ അതെല്ലാം സഹിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. വളരെ പോസിറ്റീവായിട്ട് അതെല്ലാം സഹിച്ച് ആ വ്യക്തി അങ്ങനെയാണ് കരുതുന്നത്. എൻ്റെ വ്യക്തിയാണ് ഞാൻ സ്നേഹിക്കുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ആ വ്യക്തിയുടെ ഫീലിങ്സ് അതാണ്. ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയാണ്, എന്നെ ഉണ്ടെന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് പ്രശ്നമല്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ കോംപ്രമൈസ് ആക്കും. കാരണം ആ വ്യക്തിയെ ഞാൻ അത്രമാത്രം സ്നേഹിക്കുന്നു. ആ വ്യക്തിയുടെ ഉള്ളിൽ എനിക്ക് ആ ഉള്ളിൽ നിന്ന് എനിക്ക് സ്നേഹം മാത്രം മതി. എനിക്ക് ആ പോസിറ്റീവ് എനർജി വേണം. എൻ്റെ പോസിറ്റീവ് എനർജിയാണ് ആ വ്യക്തി എന്ന് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് കരുതുന്നു. നിങ്ങൾ ഏറ്റവും വലിയൊരു ഭാഗ്യവാനോ ഭാഗ്യവതിയോ ആണ്. കാരണം ഇത്രയും നല്ല മനസ്സുള്ളൊരു വ്യക്തിയെ കിട്ടുന്നു. ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങൾ മാത്രമാകുന്നു. ആ വ്യക്തിയുടെ യഥാർത്ഥ ബുദ്ധിയും നിങ്ങളെ സ്നേഹിക്കണം. അല്ലാതെ മറച്ചു വെച്ചിട്ടല്ല, നിവൃത്തികേട് കൊണ്ടല്ല. ഫസ്റ്റ് ചോയ്സ് നിങ്ങളാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആ വ്യക്തിയുടെ ഫസ്റ്റ് ചോയ്സ് നിങ്ങളാകുന്നു. പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നു. എപ്പോഴും ആ വ്യക്തി ഫസ്റ്റ് ചോയ്സായിട്ട് നിങ്ങളെ കാണുന്നു. അത് ആ വ്യക്തിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകുന്നു. മനസ്സിൽ, ജീവിതത്തിലുടനീളം സന്തോഷം ഉണ്ടാകുന്നു. എപ്പോഴും ഫസ്റ്റ് ചോയ്സ് നിങ്ങളായി മാറുന്നു. അത് ആ വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും തീക്ഷ്ണതയുള്ളൊരു കാര്യമാണ്. വളരെ പോസിറ്റീവായിട്ട് ആ വ്യക്തി ചിന്തിക്കുന്നു, വളരെ ശക്തമായിട്ട് ചിന്തിക്കുന്നു. ആ വ്യക്തിയുടെ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ എല്ലാം നിങ്ങളിൽ അധിഷ്ഠിതമാക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളെ വിട്ടൊരു സ്നേഹമില്ല. നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി ഇഷ്ടപ്പെട്ട ഒരു മേഖല, ആ വ്യക്തി വളരെ നാളുകളായിട്ട് കൊണ്ടു നടന്നൊരു മേഖല, നിങ്ങൾക്ക് വേണ്ടി അത് മാറ്റിമറിക്കാൻ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു. കാരണം കുഴപ്പമില്ല, ആ വ്യക്തിയെ സംബന്ധിച്ച് എൻ്റെ വ്യക്തിയുടെ ഇഷ്ടമാണ്, എൻ്റെ വ്യക്തിയുടെ പോസിറ്റീവ് ഇഷ്ടം ഇങ്ങനെയാണ്, അതുകൊണ്ട് ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ്. ആ വ്യക്തി പറയുകയാണ്, എൻ്റെ വ്യക്തിയെ എന്താഗ്രഹിക്കുന്നുവോ അതിലേക്ക് ഞാൻ എൻ്റെ മനസ്സിനെ കൊണ്ടുവരുന്നു. അത് ഞാൻ മാറ്റിമറിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങളൊരു വെളിച്ചമാണ് ആ വ്യക്തിയുടെ മനസ്സിൽ. ഒരുപാട് ദുഃഖങ്ങളല്ലാതെ ഉണ്ട്, ഒരുപാട് വെല്ലുവിളികളല്ലാതെ സ്വീകരിക്കേണ്ടി വരുന്നു, നേരിടേണ്ടി വരുന്നു. ജീവിതത്തിലെ നിങ്ങളെ കണ്ടുമുട്ടുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലും ആ വ്യക്തിക്ക് വെല്ലുവിളികൾക്കൊരു പഞ്ഞം ഉണ്ടായിരുന്നില്ല. ഒരുപാട് വെല്ലുവിളികൾ ആ വ്യക്തി സ്വീകരിക്കുന്നു, കണ്ടെത്തുന്നു. അതിൽ നിന്നും ഉയർന്ന് അല്ലെങ്കിൽ മാറിപ്പോകാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല. പക്ഷെ അപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയോടെ എപ്പോഴും ആ വ്യക്തി നിൽക്കുന്നു, പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുന്നു. ആ വ്യക്തിക്ക് അല്ലാതെ നിൽക്കാൻ സാധിക്കില്ല, ആ വ്യക്തിക്ക് അല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ പോസിറ്റീവായ ഒരു ഇഷ്ടം നിങ്ങളോട് എപ്പോഴും ആ വ്യക്തി കാത്തു സൂക്ഷിക്കുന്നു. ആ വ്യക്തിക്ക് അതെപ്പോഴും ഉണ്ട്. ആ വ്യക്തി അതിലധിഷ്ഠിതമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ കാര്യങ്ങളിലും ഒരു പോസിറ്റീവ് തരംഗം ഉണ്ടാകുന്നു. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ഉണ്ടാകുന്നു. ഒരു ഇന്നർ ചൈൽഡാണ്. ആ വ്യക്തിയുടെ ഉള്ളിലൊരു കൊച്ചു കുട്ടിയുണ്ട്. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു കൊച്ചുകുട്ടിയുണ്ട്. ആ കുട്ടി നിങ്ങളെ ബാലിശ്യമായി പോലും സ്നേഹിക്കുന്നു. എത്രയോ ചെറിയ ചെറിയ സമയങ്ങളിൽ പോലും, നിർണായകമല്ലാത്ത സമയങ്ങളിൽ പോലും നിങ്ങളെ കണ്ടുമുട്ടാനും നിങ്ങളെ ഇഷ്ടപ്പെടാനും നിങ്ങളെ അറിയാനും ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങളല്ലാതെ ഒരു ചോയ്സ് ആ വ്യക്തിക്ക് ഉണ്ടാവുന്നില്ല. മനസ്സറിഞ്ഞ് എപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ ആ വ്യക്തിയുടെ ഫസ്റ്റ് ചോയ്സായിട്ട് മാറുന്നു, റീകൺസിഡർ ചെയ്യുന്നു. പലപ്പോഴും നിങ്ങളെ മനസ്സിലാക്കുന്നതിന് മുമ്പ് നിങ്ങളെ ചില കാര്യങ്ങളിൽ ആ വ്യക്തി എതിർത്തിട്ടുണ്ട്, അങ്ങനെ പാടില്ല ഇങ്ങനെ പാടില്ല. പക്ഷേ നിങ്ങൾ കൂടുതൽ അറിഞ്ഞു, നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുകയാണ്, എൻ്റെ ഈ വ്യക്തി പറയുന്നതാണ് ശരി. ഞാൻ ഇത്രയും കാലം ആ വ്യക്തിയിൽ നിന്നും പറയുന്നത് തെറ്റാണെന്ന് കരുതി ചില കാര്യങ്ങൾ ഉൾക്കൊണ്ടില്ല. ഇപ്പോൾ എനിക്ക് കുറ്റബോധം തോന്നുന്നു. അപ്പോൾ നിങ്ങളോടുള്ള ഇഷ്ടം കൂടിക്കൂടി വരുന്നതോടുകൂടി അതിന് മുൻപ് നിങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ എതിർത്തതൊക്കെ ആ വ്യക്തി തള്ളിക്കളയുകയാണ്.
നിങ്ങളെ സ്വീകരിക്കുകയാണ്, നിങ്ങളുടെ അഭിപ്രായം എടുക്കുകയാണ്. അത്രത്തോളം ഇഷ്ടമായി. ഇപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന് ആ വ്യക്തിയെ പോലും തടയാൻ കഴിയുന്നില്ല. വിട്ടുപോയിരിക്കുന്നുവല്ല ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഫീലിങ്സ് അനുസരിച്ച്. ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് തടയണം ആ വ്യക്തി വിചാരിച്ചാൽ പോലും സാധിക്കില്ല. പിന്നെയല്ലേ ഏറ്റവും അടുത്ത ആളുകൾ. ഏറ്റവും അടുത്ത ആളുകൾ നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന് ആ വ്യക്തിയെ തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും സാധ്യമല്ല. കാരണം ആ വ്യക്തി ഇപ്പോൾ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ സ്നേഹം, നിങ്ങൾ ആ വ്യക്തിക്ക് നൽകുന്ന ആത്മാർത്ഥത. നിങ്ങളാൽ ഇൻസ്പയർഡ് ആകുകയാണ് ആ വ്യക്തി. വളരെ ഇൻസ്പിറേഷൻ തോന്നുകയാണ് നിങ്ങളുടെ ജീവിതത്തോട്. അടുത്തുപോയി, വല്ലാതെ യോജിച്ചു പോയി, ഇനി അകലാൻ കഴിയില്ല, അത്രത്തോളം അടുത്തിരിക്കുന്നു, വളരെ പോസിറ്റീവായിട്ട് മാറുന്നു. വളരെ പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ആ വ്യക്തിക്ക് ഒരു കാര്യത്തിൽ ഉറപ്പുണ്ട്, നിങ്ങൾ കൃത്യമായ സംരക്ഷണം ആ വ്യക്തിക്ക് നൽകും. നിങ്ങൾ കൃത്യമായൊരു പ്രൊട്ടക്ഷൻ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും നൽകും എന്ന് ആ വ്യക്തിക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ സംരക്ഷണം ലഭിക്കും എന്ന ഉറപ്പോടു കൂടിയാണ് ആ വ്യക്തി ജീവിക്കുന്നത്. ആ വ്യക്തിക്ക് അറിയാം നിങ്ങൾ ആ വ്യക്തിയെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കും. നിങ്ങളുടെ സംരക്ഷണം എപ്പോഴും ആ വ്യക്തിക്ക് ലഭിക്കും. ആ വ്യക്തി ആ സംരക്ഷണത്തിൻ്റെ കവചം വല്ലാതെ ഇഷ്ടപ്പെടുന്നു. വല്ലാതെ പോസിറ്റീവായിട്ട് ആ വ്യക്തി പോകുന്നു. കാരണം ആ വ്യക്തിക്ക് അറിയാം ആ സംരക്ഷണത്തിൻ്റെ കവചം എപ്പോഴും എനിക്ക് വേണം, എനിക്ക് ആ കവചം കിട്ടിയേ തീരൂ. ആ കവചത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. എല്ലാം പോസിറ്റീവായിട്ട് പോകുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി, ഞാൻ ഒരിക്കലും മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് ആ വ്യക്തി കരുതുകയാണ്. ഒരിക്കൽ നഷ്ടപ്പെട്ടതാണ് ആ വ്യക്തിക്ക് മനസ്സുകൊണ്ട്. ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. മനസ്സുകൊണ്ട് ഒരുപക്ഷെ നിങ്ങളെ വേണ്ടെന്ന് വെച്ചിരുന്നു ആ വ്യക്തി, അല്ലെങ്കിൽ ഇപ്പോഴും ചിലപ്പോൾ വേണ്ടെന്ന് വെച്ചതായിട്ടൊരവസ്ഥ ഉണ്ടാകാം നിലവിൽ. പക്ഷേ അതിന് തീർച്ചയായിട്ടും മാറ്റം വന്നിരിക്കും. ഇപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിലൊരു സംഘർഷം ഉണ്ടാകുകയാണ്. മുമ്പ് ഞാൻ വേണ്ട എന്ന് പറഞ്ഞത് തെറ്റായിപ്പോയി. ഉള്ളിൽ, ഇപ്പോൾ ചിലപ്പോൾ പുറമേ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങളെ ഉള്ളിൽ മുമ്പൊരിക്കൽ ആ വ്യക്തി തിരസ്കരിച്ചിരുന്നു. ആ വ്യക്തിയുടെ ചോയ്സുകളിൽ നിന്നെല്ലാം മാറ്റി. ഒരുപക്ഷെ അത് നിങ്ങളായിട്ട് അടുക്കുന്നതിന് മുമ്പാകാം. ചിലപ്പോൾ ഇപ്പോഴും അപൂർവമായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും തോന്നിയിട്ടാവും ആ വ്യക്തി എന്നെ അവഗണിക്കുകയാണെന്ന്. പക്ഷേ ഇനി നിങ്ങൾക്ക് അങ്ങനെ തോന്നില്ല. കാരണം ആ വ്യക്തിയുടെ ഇഷ്ടം നിങ്ങളിലേക്ക് പടർന്നു വരികയാണ്. പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. നമുക്ക് അടുത്ത പൈലായിട്ടുള്ള പൂച്ചക്കുട്ടിയെ തിരഞ്ഞെടുത്തവരുടെ റീഡിങ് നോക്കാം. അവരുടെ വ്യക്തികളുടെ കറണ്ട് ഫീലിങ്സിലേക്ക് നമുക്കൊന്ന് പോകാം. എന്താണ് അവരുടെ മനസ്സിലുള്ളത്? പൂച്ചക്കുട്ടിയെ പൈലായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തികളുടെ കറണ്ട് ഫീലിങ്സിലേക്കൊക്കെ പോകാം. അവരുടെ മനസ്സ് ഇംപ്രൂവ് ചെയ്യുകയാണ് നിങ്ങളിലേക്ക് കൂടുതലായിട്ട്. ഇത്രയും കാലം നിങ്ങളെ അവർ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കുകയാണ്. നിങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ അവരാഗ്രഹിക്കുന്നു. നിങ്ങളുടെ ആ വ്യക്തിയുടെ മനസ്സിൽ നിന്നും നിങ്ങളുടെ വ്യക്തിയിലേക്ക് സഞ്ചരിക്കാൻ, നിങ്ങളുടെ മനസ്സിലേക്ക് ആ വ്യക്തിക്ക് സഞ്ചരിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. മനസ്സുകൊണ്ടാണ് ഓരോ നിമിഷവും നിങ്ങളിലേക്ക് അടുത്തടുത്ത് വരുന്നു. നിങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും, മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് മാപ്പ് തന്നുകൊണ്ടാണ്, നിങ്ങളോട് ക്ഷമിച്ചുകൊണ്ടാണ് ആ വ്യക്തി അടുത്തേക്ക് വരുന്നത്. വളരെ പോസിറ്റീവായിട്ടാണ് ആ വ്യക്തി അടുത്തേക്ക് വരുന്നത്. മുമ്പ് നിങ്ങളോട് എന്തൊക്കെ ദുരിതങ്ങൾ കാണിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് എന്തെല്ലാം വിഷമങ്ങൾ കാണിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അതെല്ലാം മാപ്പ് നൽകി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആ വ്യക്തി സഞ്ചരിക്കുകയാണ്. ആ വ്യക്തിക്ക് രാത്രികാലങ്ങളിൽ വളരെ എനർജി ആകുകയാണ് നിങ്ങളുടെ ചിന്ത. നിങ്ങളെക്കുറിച്ച് രാത്രികാലങ്ങളിൽ ചിന്തിച്ച് ഇരുന്നു കൊണ്ട് ഇങ്ങനെ സ്വപ്നം കാണുവാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു. ആ വ്യക്തിക്ക് പകലുകളേക്കാൾ കൂടുതൽ ഇഷ്ടം നിങ്ങളെക്കുറിച്ച് ഓർത്ത് കിടക്കുവാനാണ്, നിങ്ങളെക്കുറിച്ച് ഓർത്ത് വിശ്രമിക്കുവാനാണ്. രാത്രി നമ്മൾ വിശ്രമിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഒരു പക്ഷേ ആ വ്യക്തിക്ക് ഒന്നും പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. കാരണം എല്ലാ പ്രവർത്തികൾക്കിടയിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ്, നിങ്ങളെ പറ്റി കാണുകയാണ്. അപ്പോൾ ആ വ്യക്തിക്ക് വിശ്രമങ്ങൾക്കാൻ കയറുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സ് വരികയാണ് ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഫ്യൂച്ചറിൽ ആ വ്യക്തി കാണുന്ന സ്വപ്നങ്ങളൊക്കെ ഫ്യൂച്ചറിൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് മുന്നേറുന്നതായിട്ട് സ്വപ്നം കാണുകയാണ്. ഭാവിയിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നേറുന്ന ഒരു സ്വപ്നം ആ വ്യക്തി കാണുകയാണ്. ആ വ്യക്തിക്ക് ആ സ്വപ്നത്തെ വല്ലാത്ത അടുത്തറിയുകയാണ്. ആ സ്വപ്നം ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധി, ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ പരിശുദ്ധി, അത് മുഴുവനും നിങ്ങളിലേക്ക് ആ വ്യക്തി നൽകുകയാണ്. വളരെ പോസിറ്റീവായിട്ടാണ് നിങ്ങളെ കാണുന്നത്. നിങ്ങളുമായിട്ടുള്ള ബന്ധം അതുപോലെയാണ് കാണുന്നത്. പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം അത് എങ്ങനെ നിങ്ങൾ അളന്നാലും അത് പോസിറ്റീവായിരിക്കും. പോസിറ്റീവായിട്ടുള്ളൊരു ഇഷ്ടം മാത്രമേ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളൂ. അല്ലാതെ ഇപ്പോൾ എന്തെങ്കിലും നേടുവാനോ, നിങ്ങളുടെ ശരീരം മാത്രം ആഗ്രഹിക്കുന്നതോ, നിങ്ങളുടെ ധനം മാത്രം ആഗ്രഹിക്കുന്നു, അങ്ങനൊരു ബന്ധമല്ല. ആ വ്യക്തിക്ക് യഥാർത്ഥത്തിലുള്ളൊരു പ്രണയം നിങ്ങളോടുണ്ട്, ഒരു ഇഷ്ടം നിങ്ങളോടുണ്ട്. നിങ്ങളെ പൂർണ്ണമായി കൈവെള്ളയിൽ സംരക്ഷിക്കാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. വല്ലാത്ത കറണ്ട് ഫീലിങ്സാണ് ആ വ്യക്തിക്ക്. ഇപ്പോഴുള്ള ഒരു സ്നേഹമാണ്,
ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ എങ്ങനെ സ്നേഹിക്കാൻ ആത്മാർത്ഥമായിട്ട് കഴിയും? അതിൻ്റെ മുഴുവൻ സാധ്യതകളിൽ, അതിൻ്റെ മുഴുവൻ റേഞ്ചിലും ആ വ്യക്തി സ്നേഹിക്കുകയാണ്, മുന്നോട്ട് പോവുകയാണ്. ആ വ്യക്തിയുടെ ബുദ്ധി വൈഭവത്തിൻ്റെ എല്ലാ തലങ്ങളിലും ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയാണ്. നിങ്ങളെ സ്നേഹിക്കാതെ ആ വ്യക്തിക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കുറച്ചുകൂടിയും കൃത്യമായിട്ട് പറഞ്ഞാൽ ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ വർഷങ്ങളായിരിക്കാം, ചിലപ്പോൾ ദിവസങ്ങളായിരിക്കാം, ചിലപ്പോൾ മാസങ്ങളാകാം. എന്തായാലും ആ വ്യക്തി ഇപ്പോൾ നിലവിൽ ഈ നിമിഷം ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ് എന്ന് ആ വ്യക്തി മനസ്സാലെ കരുതി നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു രംഗമാണ് ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്കും ആ വ്യക്തിക്ക് ഇനി വരാനിരിക്കുന്നത് പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. ഒരു നല്ല സമയം നിങ്ങൾക്ക് വരാനിരിക്കുന്നു. നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ വളരെ പോസിറ്റീവായിട്ട്, വളരെ തീക്ഷ്ണതയോടെ, വളരെ പോസിറ്റിവിറ്റിയോടെ കടന്നു പോകുന്നു. നിങ്ങൾക്ക് ഒരുമിച്ച് വളരെ പോസിറ്റിവിറ്റിയോടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നു. വളരെ നന്മകൾ നിങ്ങൾക്കുണ്ടാകുന്നു. ഒരുമിച്ച് നിൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്നത് ആ വ്യക്തിയിൽ അലിഞ്ഞു ചേരാനാണ്. അതുപോലെ തന്നെ ആ വ്യക്തിക്കും നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഈശ്വരൻ നൽകും. കാരണം നിങ്ങൾ അത്രത്തോളം സ്നേഹിക്കുന്നു. നിങ്ങളിൽ രണ്ടുപേരിലുമുള്ള പ്രണയം, നിങ്ങളിൽ രണ്ടുപേരിലുമുള്ള ഇഷ്ടം മറ്റൊരിടത്തും കാണാൻ കഴിയുന്നില്ല. നിങ്ങൾ ഒരാളെ സ്നേഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് പോലെ ഒരാൾക്കും അത് അനുകരിക്കാൻ കഴിയുന്നില്ല. പ്രണയത്തിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ ഭാവങ്ങളാൽ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു. നിങ്ങൾ ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി പൂർണ്ണമായി ത്യജിക്കാൻ തയ്യാറാവുന്നു. നിങ്ങൾക്കറിയേണ്ടത്, നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്കറിയാം, നിങ്ങൾ ആ വ്യക്തിയെ കൃത്യമായി സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾ പറഞ്ഞുകൊള്ളുക, നിങ്ങൾ സ്നേഹിക്കുന്നതിൻ്റെ 70 ഇരട്ടി നിങ്ങളെ ആ വ്യക്തി തിരിച്ച് സ്നേഹിക്കുന്നു. ചിലപ്പോൾ പ്രകടിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട്, പ്രകടിപ്പിക്കാത്തത് മൂലം നിങ്ങൾക്ക് ചിലപ്പോൾ ചില സംശയങ്ങൾ തോന്നിയേക്കാം. ആ വ്യക്തി എന്നെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നുണ്ടോ? പക്ഷേ നിങ്ങൾ ഉറപ്പിച്ചുകൊള്ളുക, നിങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാൾ 70 ഇരട്ടി മടങ്ങ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ്. ആ വ്യക്തിക്ക് നിങ്ങൾ വല്ലാത്ത ഒരു അഭിനിവേശമാണ്. അത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നു. ആ വ്യക്തിയുടെ മനസ്സ് ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി മാറ്റിയെടുത്തതാണ്. അവിടെയാണ് നിങ്ങൾ ഏറ്റവും വലിയ അത്ഭുതം ഉണ്ടാകുന്നത്. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി ആ വ്യക്തിയുടെ മനസ്സ് ആ വ്യക്തി മാറ്റിയെടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി വലിയ വലിയ ഇഷ്ടങ്ങൾ, ആ വ്യക്തിക്ക് വളരെ പ്രധാനപ്പെട്ട ഇഷ്ടങ്ങൾ മാറ്റി എടുത്തിരുന്നു. മാത്രമല്ല, നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു. പുതിയൊരു തുടക്കം നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഒരുപക്ഷെ അതൊരു കുഞ്ഞ് ജനിക്കലാകാം, വിവാഹമാകാം, എൻഗേജ്മെൻ്റ് ആകാം, എന്തുമായിക്കൊള്ളട്ടെ. നിങ്ങളുടെയും ആ വ്യക്തിയുടെയും മനസ്സിലുള്ള സ്നേഹം വർദ്ധിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്ക് ഈശ്വരൻ കൂടുതൽ ഐശ്വര്യങ്ങൾ നൽകുന്നു. പുതിയ വീട് വാങ്ങിക്കുക, പുതിയ വാഹനം വാങ്ങിക്കുക, വിവാഹ നിശ്ചയം, കുഞ്ഞു പിറക്കുക, അങ്ങനെയുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു. ചിലപ്പോൾ ഒരുപക്ഷെ ഇതൊന്നും ഇതുവരെ സാധിക്കാതിരുന്നതാകാം. പക്ഷേ അത് ആദ്യമായിട്ട് നിങ്ങൾക്ക് വളരെ പോസിറ്റിവിറ്റിയോടെ സാധിക്കുന്നു. മാത്രമല്ല, നിങ്ങൾ പരസ്പരം രണ്ടുപേരും പലതും ത്യജിക്കാൻ തയ്യാറാകുകയാണ്. വളരെ രണ്ടുപേരും പരസ്പരം പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നിങ്ങൾ കരുതുന്ന മറ്റെന്തും പരസ്പരം ത്യജിക്കാൻ തയ്യാറാകുന്നു. മാത്രമല്ല, നിങ്ങളുടെ രണ്ടുപേരും കൂടി ഒരുമിച്ചുള്ള സമയം വളരെ വിലപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. വളരെ വിലപ്പെട്ട സമയം നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങൾ പരസ്പരം ചിലവഴിക്കുന്ന സമയം നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാകുന്നു. അതായത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു വിലപ്പെട്ട സമയം നിങ്ങൾക്കുണ്ടാകുന്നില്ല. കാരണം മറ്റൊരു സമയത്തേക്കാൾ കൂടുതൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന സമയം വിലപ്പെട്ടതാക്കി ആകുന്നു. അങ്ങനെ നിങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത്. രണ്ടുപേരും ഒരുമിച്ചിരിക്കാനും, ഒരുമിച്ച് യാത്ര ചെയ്യാനും, ഒരുമിച്ച് സംസാരിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നു. അത് പോസിറ്റീവായിട്ട് മാറുന്നു. നിങ്ങൾക്ക് അതിനേക്കാൾ ഇഷ്ടപ്പെട്ടതായിട്ടൊന്നുമില്ല ഈ ലോകത്ത്. നിങ്ങൾക്ക് എപ്പോഴും ഒരുമിച്ചിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതുമാത്രമാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അതുമാത്രമാണ് നിങ്ങൾക്ക് വിലപ്പെട്ടത്. മാത്രമല്ല, നിങ്ങൾ ഒരുമിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു. എപ്പോഴും ഒരുമിച്ചിരിക്കാൻ ഉള്ളൊരാഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ട്. ഒരിക്കൽ നിങ്ങൾ പരസ്പരം നഷ്ടപ്പെട്ടതാണ്. അതായത് നിങ്ങളുടെ പ്രണയത്തിൽ കണ്ടിന്യൂസായിട്ട് അത് ഉയർന്നു വരികയല്ല. പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു. ഒരിക്കൽ നിങ്ങളുടെ പ്രണയം എന്നേക്കുമായി തകർന്നു പോകുമായിരുന്നൊരവസ്ഥയുണ്ടാകുന്നു. ആ അവസ്ഥയിൽ നിന്നും യാത്ര ചെയ്താണ് നിങ്ങളുടെ പ്രണയം ഇതുപോലെ എത്തിയിരിക്കുന്നത്. അതായത് ഒരു റിക്കവറി ആയിട്ടാണ് നിങ്ങളെ തിരിച്ചു കിട്ടിയിരിക്കുന്നത്. നിങ്ങളെ ആ വ്യക്തിക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ആ വ്യക്തിക്ക് നിങ്ങളെയും തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഒരു റിക്കവറിയുടെ കാലഘട്ടം ഇവിടെ കാണുന്നുണ്ട്. ഒരു നഷ്ടപ്പെട്ടിട്ട് തിരിച്ചു കിട്ടിയ അവസ്ഥ. അതായത് രണ്ടുപേരും വിചാരിച്ച് തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന്.
പക്ഷേ എന്നിട്ടും ഈശ്വരൻ നിങ്ങളെ അടുപ്പിച്ചിരിക്കുന്നു. ഒന്നും ഭയപ്പെടാനില്ല എന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ ഒരുമിച്ച് പോകുക. ഒരിക്കൽ നഷ്ടപ്പെട്ടത് തിരിച്ചു തന്നതാണ് ഈശ്വരൻ. ഈശ്വരൻ്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് നിങ്ങളെ ഒരുമിപ്പിച്ചിരിക്കുന്നു. നിങ്ങളൊന്നും ഭയപ്പെടാതെ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് എല്ലാ പ്രതിസന്ധികളും, ഇപ്പോൾ ചില പ്രതിസന്ധികൾ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിക്കുന്നു എന്ന് നിങ്ങൾക്ക് പേടിയുണ്ട്, സംശയമുണ്ട്. എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. നിങ്ങൾക്കിപ്പോൾ നിലവിൽ കുറേ പ്രതിസന്ധികൾ നിങ്ങളെ ചുറ്റിപ്പെട്ടിട്ടുണ്ട്. ആ പ്രതിസന്ധികളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഈശ്വരൻ മോചനം നൽകും. നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ആ വെല്ലുവിളി നിങ്ങൾക്ക് തടസ്സമാകുമോ എന്ന്. പക്ഷെ നിങ്ങൾ മനസ്സറിഞ്ഞ് കരുതിക്കോളൂ, ആ വെല്ലുവിളികൾ നിങ്ങൾക്ക് തടസ്സമാകില്ല. ആ വെല്ലുവിളികളെ തരണം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നേറാൻ സാധിക്കും. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം വരിക്കാൻ സാധിക്കും. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫിൽ നിങ്ങളുടെ ഒരുമിക്കലിന് തടസ്സമാകുന്നൊരു ഘടകമുണ്ട്. ആ ഘടകം തരണം ചെയ്യാൻ കഴിയുമോ എന്ന് നിങ്ങൾക്കൊരു ഭയമുണ്ട്. പേടിക്കേണ്ട, അതിന് നിങ്ങൾ മറികടന്നിരിക്കും. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ആ പ്രതിസന്ധിയെ മറികടക്കും. അതിന് നിങ്ങൾക്ക് കഴിയും. പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അത് മാസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് സാധിക്കും. അധികം കാലമൊന്നും അതിനുവേണ്ടി കാത്തിരിക്കേണ്ട. മാസങ്ങൾക്കുള്ളിൽ തന്നെ അത് സാധിക്കും. ആഴ്ചകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ തുടക്കവും ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങളൊന്നും ഭയപ്പെടാനില്ല. ഒരു വസന്തത്തിലേക്കാണ് നിങ്ങളുടെ ജീവിതം പോകുന്നത്. നിങ്ങൾക്കൊരുപാട് ഓപ്പർച്യൂണിറ്റികൾ ലഭിക്കും. നിങ്ങൾക്കൊരുപാട് ഓപ്പർച്യൂണിറ്റികൾ തീർച്ചയായിട്ടും ലഭിക്കും. അതായത് ഒരുമിച്ച് ജീവിക്കാനും, ഒരുമിച്ച് ചിന്തിക്കാനും, ഒരുമിച്ച് പ്രവർത്തിക്കാനും, ജീവിതത്തിൽ കരിയറിൽ ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ആ അവസരം നിങ്ങൾക്ക് ഈശ്വരൻ നൽകുന്നതാണ്. ഒരുമിച്ച് നിന്ന് മുന്നേറുക. നിങ്ങളുടെ രണ്ടുപേരുടെയും സ്വപ്നങ്ങൾ സംരക്ഷിക്കപ്പെടും. നിങ്ങൾ രണ്ടുപേരും കണ്ട സ്വപ്നങ്ങൾ, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങൾ, അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു. അത് യാഥാർത്ഥ്യമാകാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകും. കാരണം നിങ്ങൾ ഒരുമിച്ച് കണ്ടതാണ് ആ സ്വപ്നങ്ങൾ. നിങ്ങൾ ഒരുമിച്ച് നിന്ന് കണ്ട സ്വപ്നങ്ങൾ ഒരുമിച്ച് നിന്ന് യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള എല്ലാ ഐശ്വര്യവും നിങ്ങൾക്ക് സർവേശ്വരൻ നൽകും. നിങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ എല്ലാം മാറുന്നു. കുറച്ച് കാലഘട്ടം നിങ്ങൾക്ക് അത്ര നല്ലതല്ലായിരുന്നു. അത് കഴിഞ്ഞു പോയിരിക്കുന്നു. അത് കഴിഞ്ഞു പോയപ്പോഴാണ് ഈശ്വരൻ നിങ്ങളോട് പറയുന്നത്, കടന്നു പോകുന്ന ചില സമയങ്ങൾ മോശമായിരുന്നു, ഇനി വരാനുള്ളത് നല്ലതാണ്, നിങ്ങളെ വിഷമിപ്പിക്കേണ്ട എന്ന് കരുതിയായിരിക്കും ഈശ്വരൻ അതെല്ലാം നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത്. കുറച്ച് മോശം കാലഘട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ഇനി നല്ലൊരു കാലഘട്ടമാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത്. മാത്രമല്ല, ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ കാലഘട്ടങ്ങളെല്ലാം കടന്നു പോയിട്ടുണ്ട്. ഈ കാലഘട്ടങ്ങളെക്കുറിച്ചെല്ലാം കൃത്യമായി ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഉയർച്ച താഴ്ചകൾ ആ വ്യക്തി ഹൃദയത്തിൽ കണ്ടിട്ടുമുണ്ടായിരുന്നു. ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഒരു പ്രതീക്ഷ ഇനി നിങ്ങൾ മാത്രമാണ്. നിങ്ങളെ അത്രത്തോളം ആ വ്യക്തി ഇഷ്ടപ്പെടുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളിലേക്ക് അടുക്കുവാനായിട്ട് ചില തടസ്സങ്ങൾ ഇതുവരെ ഉണ്ടായിരുന്നു. ചില പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞു. ചില വ്യക്തികളോട് ചില കാര്യങ്ങൾ നിങ്ങളോട് അടുക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞു. ആ വ്യക്തിക്ക് നിങ്ങളോട് അത്രത്തോളം ഇഷ്ടമാണ്. ആ വ്യക്തിക്ക് കാര്യങ്ങൾ നിർവഹിച്ച് നൽകാൻ ഉത്തരവാദിത്തപ്പെട്ട ചിലവരോട് പറഞ്ഞു കഴിഞ്ഞു. അവരതിനെ എതിർത്താലും ഇല്ലെങ്കിലും ആ വ്യക്തിയുടെ മനസ്സ് അവരോട് തുറന്നു പറഞ്ഞു കാണും. നിങ്ങളെ ഇഷ്ടമാണെന്നും നിങ്ങളോടൊപ്പം ഒരു ജീവിതം ഉണ്ട് എന്നുള്ള സത്യം ആ വ്യക്തി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെ ആ വ്യക്തി വിശ്വസിക്കുന്നു. നിങ്ങളിലൂടെ ഈ ലോകത്ത് ജീവിച്ച് പൂർത്തിയാക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങളല്ലാതെ ഒരു ഓപ്ഷൻ ആ വ്യക്തിക്കില്ല. നിങ്ങളല്ലാതെ ഒരു ചിന്ത ആ വ്യക്തിക്കില്ല. നിങ്ങളോടൊത്ത് ജീവിതം പങ്കുവെക്കാൻ മാത്രം ആ വ്യക്തി ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി മാത്രം ആ വ്യക്തി ജീവിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.